ഹായ് കൂട്ടുകാരെ, ഞാനും നെജമോള് പഠിക്കുകയാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ. ഓളിനെ പണി നിർക്കാനയക്കണില്ല. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ NK മഞ്ചേരിയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക. അവളെ താറാവാണിത് കേട്ടോ, ലൈക്ക് ചെയ്യുക. അവൾ താറാവിൻ്റെ പാട്ടിനനുസരിച്ച് കളിച്ചു. അപ്പം നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് കേട്ടോ. മണീസ്, ഇന്ന് നമുക്ക് വെള്ളിയാഴ്ചയാണ്. പോത്തും ബീഫും ഒന്നുമല്ല. നമ്മളമ്മ പറഞ്ഞിന്ന് വെള്ളിയാഴ്ചയാണ്. എനിക്ക് തിരക്ക് കൊടുത്തല്ലേ മക്കളെ. ലൈവിൽ നമ്മൾ അബ്ദുക്ക പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം അതെന്തെങ്കിലും ആവട്ടെ, ഞമ്മക്കെല്ലാം കണക്കേനെ. പിന്നെ ആണുങ്ങൾക്കല്ലേ വെള്ളിയാഴ്ച വിമാക്കുവാനൊക്കെ. അപ്പോൾ കർക്കിടകത്തിൽ പത്തിലക്കറി എന്നൊക്കെ പറയും. നമുക്ക് പത്തിലക്കറി ഒന്നുമില്ല, കറി വെക്കാൻ ഒത്തില്ല. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മുരിങ്ങേൻ്റെ തുമ്പൊക്കെ നമ്മളിവിടെ കൂടിയിരുന്ന് ഓരോന്ന് വെച്ചുപിടിപ്പിച്ച് ആവണതിൻ്റെ ഉള്ളൂ. നമ്മളതിൽ നിന്ന് മാത്രമല്ല, നമ്മളെ കൂട്ടുകാരി ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് കേട്ടോ. അവളെ പറമ്പ് നമ്മളെടുത്ത് അവളെ നിൽക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ മുരിങ്ങേൻ്റെ ഒന്നും വളർന്നിരുന്നില്ല. വളർത്തിന്ന് ഞാൻ എടുത്തതോ 2 ഇല മത്തൻ്റെ ഇല, മുരിങ്ങയില, പിന്നെ നമ്മളിതോ മുളകിൻ്റെ ഇല. നമ്മളൊക്കെ പണ്ട് മുളകിൻ്റെ ഇലൊക്കെ കൂട്ടാണ്ടാക്കുകയും. പിന്നെ ഇതാ ചായമൻസ്, പിന്നെ ചേമ്പിലുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ട് ഇനി അത് ചൊറിഞ്ഞാലോ, അത് നമുക്ക് സ്വന്തം വെക്കായി. ഇത് ചായമൻസാണ് കേട്ടോ. ചായമൻസ കണ്ടില്ലേ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച തന്നെയാണ് നമ്മളമ്മ ഉറപ്പിച്ചിട്ട്. നമ്മളമ്മൂനാണ് പേച്ചത്, അബ്ദുക്കാക്കല്ല കേട്ടോ. അപ്പോൾ സോറി അബ്ദുക്ക. അപ്പം നാളെ മൂനെ ചെക്കത്തിന് കൊണ്ടുപോകാണ്ട്. അഞ്ഞിപ്പിത്തായിരുന്നല്ലോ കുറഞ്ഞിക്കണോ നോക്കാൻ. അപ്പം ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വരാം മാണിക്ക കല്യാണേ. അപ്പോൾ ഈ മുരിങ്ങൻ്റെ എല്ലാം ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ഈ ഇലകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ മുരിങ്ങയില ലാസ്റ്റ് ഇട്ടാൽ മതിയല്ലോ, നമുക്ക് ഊരാം. അപ്പം ഞാൻ മത്തൻ്റെ ഇല ഇതൊക്കെ ഒന്ന് അരിഞ്ഞു. അപ്പോൾ ഇതാ നെജമോള് സുന്ദരി ഇതാ ചിരിച്ചിട്ട് അമ്മമാരെ പൊന്നെ അമ്മമാരെ തന്നെ നീച്ച നിൽക്കുകയാണ് കേട്ടോ. കേക്ക് തിന്നാണ്. അവളെ കുഞ്ഞിക്കസാരി ഇരിക്കുകയാണ്. അവളെ 8 മണിക്ക് നീച്ച് മമ്മാനെ മടിയിരുന്ന് ഉറങ്ങിയതാണ്. പിന്നെ പന്നീച്ച് വരികയാണ്. അപ്പം ഞാനിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് എത്രയിലുണ്ട്? അപ്പോൾ 1 മത്തൻ, 1 നെജമോള്, 2 സോയാബീൻ, അല്ല സോയാബീൻ ഇലത്തേന് പറയാം, ചായമൻസ, 3 മുളകിൻ്റെ ഇല, 4 മുരിങ്ങൻ്റെ ഇല, 4 ഇലക്കറിയാണ്. അപ്പം നമുക്ക് മത്തൻ അരിഞ്ഞെടുക്കാം. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതെല്ലാം കൂടെ മിക്സ്. 2 ഇലൊക്കെ മിക്സ് ചെയ്യലുണ്ട്. ചിലപ്പോൾ മുരിങ്ങയിലും ജീരലും അങ്ങനെയൊക്കെ മിക്സ് ചെയ്യലുണ്ട്. 4 ഇല ആദ്യമായിട്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് വേവുള്ളതായതുകൊണ്ട് ഇത് നമുക്ക് പണി നിൽക്കാൻ കൂട്ടി കാണാം. ആദ്യം കൊണ്ടുവച്ചാൽ അപ്പോൾ അതാ എല്ലാം ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ അരിഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഇവിടുന്ന് പോകുമ്പോൾ റെഡിയാക്കും. ഇനി പരിപ്പ് അതുകൂടെ പരിപ്പ് കൈകിട്ടിക്കണേ. മഞ്ഞപ്പരിപ്പാട്ടാ, ചുവന്ന പരിപ്പാണ് നല്ലത്. കാക്ക കൊടുത്താൽ മഞ്ഞപ്പരിപ്പ്. പിന്നെ ഇതാ നമ്മളെ ഇലകൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നീക്കിടാട്ടോ. അപ്പം ഞാൻ അതിലേക്ക് നമുക്കൊരു കുഞ്ഞ് തക്കാളി, എല്ലാവരും ഇടില്ല കേട്ടോ, ചിലവരിടും ചിലവരിടില്ല. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പ് പരിപ്പിൻ്റെ ഒപ്പം ഇടൂല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം. നമുക്കത് തീമാക്കട്ടോ. അപ്പം ഇനി നമുക്ക് മുരിങ്ങയില നുള്ളാം. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കണ്ടോളൂ. ഇതോ കാണുന്നുണ്ടോ നിങ്ങൾ? പിച്ച പിച്ച കൺമണിയേ. കുഞ്ഞിക്കാലെടുത്ത് വെക്കുന്നു. ഓള് പിടിച്ചേ നടക്കുള്ളൂ കേട്ടോ, പിടിച്ചാൽ നടക്കൂല. പോരമ്മമാരത്തേക്ക് ഇങ്ങോട്ട് വരാൻ യാതൊരു മാർഗവും ഇല്ലേരി, പിടിച്ചാലൊന്നും ഇല്ലേരി അവിടെ നിൽക്കുകയാണ് കേട്ടോ, കുടുങ്ങി നിൽക്കുകയാണ്. ബാ ഞാൻ കൈ ആടി കൊടുക്കേണ്ടി വരും. ബാ ഇന്നെ വിളിച്ചാണ്. അതാ വരുന്നു. അപ്പം ഒരു കൈ അമ്മ ഒരു കൈ പേരക്കുട്ടി കിടത്തി. ഇനി ഓളെ വണ്ടി വെച്ചിട്ടുണ്ട്. നടന്ന് വണ്ടി മേലെ ഓളെ കസാല. അപ്പം ഞാനവിടെ അതിൻ്റെ ഇടയിൽ നമ്മളെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് മുരിങ്ങയില സെറ്റാക്കാം. അപ്പോൾ 3 മഞ്ഞപ്പിത്തായതുകൊണ്ട് ചിക്കനൊന്നും അങ്ങനെ കൂട്ടാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരാഞ്ഞത് കേട്ടോ. അമ്മ പറഞ്ഞ് ചിക്കൻ ബിരിയാണി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടി, മനസ്സിലേക്കാണ് മാറിക്കോട്ടെ വെച്ചിട്ട്. അപ്പം ഇന്ന് ആമൂറ് കോരയാണ് മീനും അവൾ കൂട്ടലില്ല കേട്ടോ. അവിടുന്നത്തെ കൂട്ടുക നമ്മൾ കറി കൂട്ടും, അത്ര തന്നെ.
ഇനി ഇത് നമുക്കിങ്ങനെ ഈ മുരിങ്ങയില എന്തു ചെയ്യാം? നസമോൾ എന്നെ പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മക്കളെ. അതുകൊണ്ട് ശ്രദ്ധ വീടിയമ്മക്ക് വേണം, മുരിങ്ങൻ്റെ ഇലമ്മക്ക് വേണം, നസമോൾക്ക് വേണം. ഒരു ഉമ്മാൻ്റെ കണ്ണ് എവിടെയെല്ലാം എത്തണം കുട്ടികളെ. ഉമ്മ കുറച്ചോനെ. അപ്പം നസമോളം കൊടുത്തിക്കണേ. അപ്പം നമുക്ക് മുരിങ്ങൻ്റെ ഇല അങ്ങനെ അസ്വസ്ഥത്തിൽ റെഡിയാക്കാം മക്കളെ. അപ്പം ഞാനിതൊക്കെ എരിയിട്ട് വരാം കേട്ടോ. സെറ്റായിട്ട് നല്ല തലയിരിട്ട് കേട്ടോ. സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് തേങ്ങ ചിരണ്ട കേട്ടോ. തേങ്ങ കുക്കറിൽ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേവുള്ള ഇലയൊക്കെ അതിലിട്ടു. മത്തൻ്റെ ഇല, ചായമനസിൻ്റെ ഇല, പിന്നെ മുളകിൻ്റെ ഇല. ഇനി നമുക്ക് മുരിങ്ങൻ്റെ ഇല തേങ്ങ പാരുമ്പോൾ ഇട്ടാൽ മതി. അപ്പം ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് വരാം കേട്ടോ. തേങ്ങ അരക്കുകയാണെങ്കിൽ നല്ലീരും ചീരുള്ളിയും തേങ്ങയും ചീരാപ്പറക്കും അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇല കയ്യാണ് ചട്ടിക്ക് ഇട്ടിക്കണേ. ഇനി നമ്മളെ തേങ്ങ അരച്ച് അതും ചട്ടിക്ക് പാരുന്നേ. കാക്കോടെ വാർത്തിട്ട് ഒച്ച എടുക്കുക. അപ്പോൾ പാകത്തിന് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളെ പരിപ്പും മറ്റേ തക്കാളിയും മറ്റേ ഇലകളൊക്കെ കൂടി വേവിച്ചിട്ട് വെച്ചു. അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മുരിങ്ങൻ്റെ ഇല പെട്ടെന്ന് ബോട്ടും തളിച്ചാൽ മതി. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഗ്യാസിൽ വെച്ചു. ഇതൊന്നും ചെറുതായിട്ടൊന്ന് തളിച്ചാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ കറി ഇങ്ങനെ ചെറുതായിട്ട് തളിച്ചാൽ മതി. ഓവർ തളിച്ചാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെള്ളം മുട്ടും കൊണ്ടിരിക്കും. അപ്പോൾ ഇത്ര മതി കേട്ടോ. അപ്പം നമുക്കിത് ഇറക്കി വെക്കാം. ഇങ്ങോട്ട് തൂമ്പിച്ചെടുക്കും. അപ്പോൾ തൂമ്പിച്ചെടുക്കാൻ നമ്മളെ വെള്ളപ്പച്ചട്ടിയാണ് വെച്ചത് കേട്ടോ. അവിടെ ചെറിയ തൂമ്പിച്ചിന് കിട്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ താക്കുക. ഇന്ന് നമുക്ക് വെള്ളപ്പായിരുന്നു രാവിലെ. വെള്ളപ്പത്തൊക്കെ ഒരു ദിവസം ഉണ്ടാവും ഈ കറി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ച വെള്ളം വെളിച്ചെണ്ണ വെച്ച് തൂമ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേർത്തിട്ടൊക്കെ തൂമ്പിച്ചത് വറവിട് കറിയില്ല അതിന് സംഭവം. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കടകിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കടകൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്കത് അതിലേക്കാണ് ഒഴിച്ചാൽ. അങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കണ്ടോ, കടകിട്ടത്. അപ്പോൾ അത് തൂമ്പിച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ സൂപ്പർ കറിയാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഈ കറി മതി മക്കളെ ചോറ്. അപ്പോൾ മക്കളെ ഇന്ന് നമുക്ക് രാവിലെ എന്തായിരുന്നു ചോദിച്ചാൽ ഒരു മാവ് കൊണ്ട് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കും, ടീ ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കും. അങ്ങനെയായിട്ട് അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ്. വെള്ളപ്പം ഉണ്ടാക്കി രാവിലെ കഴിച്ചു. ദോശ പത്ത് ദോശ. അപ്പം ഇനി എനിക്കൊരു 12 മണിയായി. ഇപ്പോൾ എനിക്ക് പൈച്ച. അപ്പം ഞാൻ നമ്മൾ 4 ഇലക്കറി റെഡിയായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് കരുതിയിട്ട് ഇത്തിരി റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇട്ടിരി നമ്മൾ രാവിലത്തെ ഒരു ദോശ ബാക്കിയുണ്ടായിരുന്നു. അത് ഈ നമ്മളെ ഇലൻ്റെ ചാറ് വെച്ചു 4 ഇല. പിന്നെ നല്ല ടീ ബാഗ് ഇട്ട ചായ. ഇത് നമുക്ക് ഒരു ബന്ധുക്കൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നതാട്ടോ. ടീ ബാഗ് കട്ടൻ ചായ, മധുരത്താത്ത ചായ കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 ഇഡ്ഡലി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇഡ്ഡലിയൊക്കെ നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. ദോശയൊക്കെ ഇടയിൽ നമ്മൾ കറിയൊക്കെ റെഡിയായി ചായയൊക്കെ കുടിച്ച് നസമോളൊന്ന് ഉറക്കാൻ കൊണ്ടിരിക്കണം. കാക്കയൊക്കെ ചുമ്മായൊക്കെ പിരിക്കണം. വരുമ്പോഴത്തേന് നമുക്ക് മാമൂറ് പോലാണ് പറ്റിച്ചോ. ഇതിൻ്റെ തലയൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആ തല അവിടെ വെച്ചാൽ ഇനി അതവിടെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു 2 രാത്രി കാക്കാക്ക് പൊരിച്ചു കൊടുക്കും. ഞാൻ പറ്റിച്ചാണ്. പിന്നെ തലയൊക്കെ ഇടാറ്. പൊരിക്കുമ്പോൾ തല പൊരിച്ചിടുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അത് ഇനിയിപ്പോൾ കറി വെച്ചവരൊന്നും കൂട്ടില്ല. മോനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ അതാണ് പറ്റിച്ചു. ആദ്യമൊന്നും ഞാനും കൂട്ടില്ല. ഇപ്പം ഞാനൊക്കെ കൂട്ടും. 2 തക്കാളി മുറിക്കി ഇതൊക്കെ പോരാ. കടയിൽ നിന്ന് തന്നെ മുറിച്ച് കൊടുക്കുന്നതാണ്. നമ്മളെ ചീരാപ്പറമ്പോളം കൊണ്ടുവച്ചത് കൊണ്ട് അതാണ് ഇട്ടെടുക്കൽ. ഇപ്പോൾ പിടിയിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വേണം അതാണ് കുത്തിയിടാം. എരിവിന് പച്ചവെള്ളിന് പകരം നല്ലതാണല്ലോ. ഇനിയിപ്പോൾ കുത്താൻ നിൽക്കണം. ഞാനുണ്ട് ചെറുതാക്കി പൊളിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ പോകുമ്പോൾ ശരിയാക്കും. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ സാധാരണ മീൻ പൊരിച്ചിട മാതിരി തന്നെയാണ്. അപ്പോൾ അതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിക്കണം. അപ്പോൾ ആ മുറുകോര ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാട്ടോ. അപ്പോൾ ഒരു നെരുമ്പ് പൊടിയും ഒരു കഷ്ണം കുടംപൊളിയും ഇട്ടിക്കണം കേട്ടോ. ഈ പീടിയത്തെ പൊടിയൊന്നും നന്നാവൂരുന്നു.
അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും ചീരുള്ളിയും ഒന്നും ഇപ്പോൾ കുത്തിയിട്ടുണ്ടെങ്കിൽ മഴക്കാരപ്പ് വരും നേരെ. അപ്പം ഞാൻ എന്തെങ്കിലും പാകത്തിന് പൊട്ടും പറ്റുകയാണെങ്കിൽ തീമ ചെയ്യണം നമുക്ക്. അത് പോകുമ്പോഴത്തേന് കുത്തിടും. ഇനി നല്ല കിളുമ്പ് മീൻ പറ്റിച്ചോണ്ടാട്ടോ നമ്മളെ ചട്ടി പുള്ളിക്കുത്ത്. അന്മണിച്ചട്ടി അങ്ങനെയാണല്ലോ മീൻ പറ്റിച്ച പുള്ളിലൊക്കെ പറ്റിച്ച. പുതിയ ചട്ടി വേങ്ങാനൊന്നും നമുക്ക് പറ്റൂല. ഇതൊക്കെ വർഷങ്ങളായ ചട്ടി. എത്ര വർഷമായിരുന്നു എനിക്കറിയില്ല, കുറേ വർഷമായി. അപ്പം നല്ല ഇങ്ങനെ കിളുമ്പിക്കും. ആരോടെങ്കിലൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് അവരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തിരുമ്പിക്കോളി. അവർ ചെവിയൊക്കെ പിടിച്ച് തിരുമ്പ് വിചാരിച്ചോളി. അപ്പോൾ പെട്ടെന്ന് റെഡി കൂട്ടോ. ചതഞ്ഞു. ഞാൻ തമാസ പറഞ്ഞ കാര്യമാക്കണം. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ സെറ്റായി. വാ പണ്ടേ അങ്ങനെ കിളുമ്പിളൊക്കെ നമുക്ക് പണ്ടത്തെ ഒരു ചാനൽ ഉണ്ട്. ഇതിലിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്യും, ആ കൈ നക്കിയാൽ മതി ചോർന്ന്. അല്ല മക്കളെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടി ഞാൻ സംഗതി മറന്നു. നമ്മുടെ മീൻ ഒന്ന് വരിയണ്ടേ, അത് മറന്നു കേട്ടോ. ഒന്ന് വരിയട്ടെ. ഇങ്ങനെ വരിഞ്ഞിട്ടാ നമ്മൾ തന്നെ മുറിച്ചുമ്പോൾ നമ്മൾ വരും. ഇത് പീടിയിൽ നിന്ന് മുറിച്ചിടുന്നതുകൊണ്ട് ഇത് വരിഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അതാ അങ്ങനെ വരും. നല്ല എരിവും കൂടിയൊക്കെ പിടിച്ചോളൂ. ഞാനത് വരിഞ്ഞിട്ട് വരും. അപ്പം ഇനി നല്ലോണം മിക്സാക്കുക. നമ്മൾ മുറുകോര ആദ്യമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളത് പൊരിച്ചതാണ് താരാണ് മുറുകടലൊക്കെ. എന്നിപ്പോൾ മറ്റേ നമ്മൾ 4 ഇലക്കറി വെച്ചില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. ചായമൻ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടലില്ല. ഇതെല്ലാം കൂടി വെച്ചപ്പോൾ നല്ല മട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ആ കുഴച്ച കജിമ കൂടെ കൊണ്ട് വെച്ചാൽ കജിമുള്ള വിറ്റാമിൻ ഒക്കെ വെക്കോ. കജി നല്ല കയ്യാട്ടോ, സുന്ദരമായ വെച്ചാൽ. അതിനിത് മൂടിയൊക്കെ ചിലവർക്ക് കൈമപ്പി ആകുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലവർക്ക് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അർപ്പം. നമ്മൾ കൈമ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിയ്യാങ്ങത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ പണ്ട് നമുക്ക് കാലുമ്മ ഡെലിവറി അവരുപയോഗിച്ച് മിസ്വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായി. അത് ഞാൻ മാറുകയും ചെയ്തു കേട്ടോ. അപ്പം നമുക്കിത് മൂടിയേക്കട്ടോ. പറ്റി വന്നിക്കണേ കണ്ടോ, വെളിച്ചെണ്ണ ഇരിച്ചിരിക്കുന്നു. കടിക്ക് ഇനിയൊന്നുമില്ല, ഇനി തന്നെ ഓഫാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ വീഡിയോ കേട്ടോ.